സല്യൂട്ട് സഹൃദയരെ. ഇന്ന് ഞാൻ വസ്ത്രങ്ങളെക്കുറിച്ച്, വേഷത്തിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. എൻ്റെ ഒരു വീഡിയോയിനകത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നത്, അത് നല്ല കമൻ്റ് ആണെങ്കിലും മോശം കമൻ്റ് ആണെങ്കിലും, ഒരു വ്യക്തിയുടെ വേഷത്തെ പറ്റിയിട്ടാണ്. വസ്ത്രധാരണം ശരിയാകണം, ഇങ്ങനെയാണ് ശരി, മറ്റതല്ല ശരി, ഇതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ വാദമുഖങ്ങൾ കണ്ടു. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷെ എന്നാലും വേഷത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായ പിന്നോട്ടം ആവശ്യമാണ് എന്ന് തോന്നുന്നു. പുരാതന കാലത്ത്, അതായത് ചരിത്രം എഴുതുന്നതിന് മുൻപുള്ള കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ലൂസി എന്ന പേരുള്ള ഒരു പെണ്ണിൻ്റെ, ഒരു പെൺ ശരീരത്തിൻ്റെ 32 ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള സ്കെലിട്ടൺ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തപ്പോൾ അതിന് ആസ്ട്രലോപിത്തിക്കസ് എഫറൻസസ് പേരുണ്ട് അതിനകത്ത്. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ അതിൻ്റെ പഠനം നടത്തിയപ്പോൾ 2 കാലുകളിൽ നിവർന്ന നട്ടലുള്ള ഒരു പെണ്ണിൻ്റെ അവശിഷ്ടങ്ങളാണ്, ശരീരാവശിഷ്ടങ്ങളാണ് എന്നും, ഫോസിൽസ് ആയിരുന്നു അത്. അവരുടെ ശരീരം മുഴുവനും ഫർ എന്ന് പറഞ്ഞാൽ ഈ രോമം കൊണ്ട് മൂടിയിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് രോമവസ്ത്രങ്ങളായിരുന്നോ എന്ന സംശയം പ്രകടിപ്പിച്ചപ്പോൾ ചില ആന്ത്രോപോളജിസ്റ്റുകൾ പറഞ്ഞു അതല്ല, പഴയകാല മനുഷ്യരുടെ ശരീരം മുഴുവൻ രോമാവൃതമായിരുന്നു എന്ന്. അതായത് കുരങ്ങന്മാരിൽ നിന്നും പരിണമിച്ച് വന്നതാണ് മനുഷ്യർ എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ 32 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യർ ശരീരം മുഴുവൻ രോമത്താൽ മൂടിക്കിടന്ന ഒരു ശരീരഘടനയായിരുന്നു. അതുകൊണ്ട് അവർക്ക് വസ്ത്രങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ മൃഗങ്ങളെയൊക്കെ പോലെ, എല്ലാ മൃഗങ്ങൾക്കും ഒരു പുറംചട്ടയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വസ്ത്രങ്ങൾ ആവശ്യമില്ലാതെ ഏത് കാലാവസ്ഥയിലും അവർക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കുന്നു. നമ്മളിത് കണ്ടിട്ടുണ്ടാവും, വളരെ തണുപ്പുള്ള സ്ഥലത്ത് വളരെയധികം രോമങ്ങളുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ രോമം കുറവുള്ള മൃഗങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മൃഗങ്ങൾ പോലും രൂപാന്തരപ്പെട്ട് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ മനുഷ്യർ തന്നെ ഇവോൾവ് ചെയ്ത് പരിണമിച്ച് കുറേ നാളുകൾക്ക് ശേഷം അവരുടെ ചില ഭാഗങ്ങളിലായിട്ട്, അതായത് കവർ ചെയ്യപ്പെടേണ്ട, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളിൽ മാത്രമായിട്ട് രോമം ഒതുങ്ങി നിന്നു. തല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണല്ലോ തലച്ചോറെന്ന് പറയുന്നത്. എവിടെ ഇടിച്ചാലും അതിനൊരു കുഷൻ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തലയിലെ മുടി, അതുപോലെ നമ്മുടെ ശരീരഭാഗത്തിലെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ മുടിയാൽ കവർ ചെയ്യപ്പെടുകയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുടി കുറഞ്ഞു വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ്, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയ സാഹചര്യം ഉണ്ടായപ്പോഴാണ് മുടി കുറഞ്ഞു വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ബൈബിളിനകത്ത് പറയുന്നുണ്ട് ആദമും ഔവയും നഗ്നരായിട്ടാണ് നടന്നിരുന്നതെന്നും അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല എന്നും, എന്നാൽ ആ വിലക്കപ്പെട്ട കനി കഴിച്ചതിന് ശേഷം, ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ കനി കഴിച്ചതിന് ശേഷമാണ് അവർക്ക് നാണം വന്നതെന്നും, പിന്നീട് ദൈവം നോക്കുമ്പോൾ ഇവർ ഇലകളും ഒക്കെ വെച്ചിട്ട് ശരീരം മറയ്ക്കുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറന്തള്ളി പുറത്തുപോയി നിങ്ങൾ വിയർത്ത് ജീവിച്ചോളൂ, അധ്വാനം കൊണ്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ നിൽക്കുമ്പോൾ ആദ്യത്തെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മരങ്ങളുടെ ഇലയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നതോ ഒക്കെ ആയിരുന്നിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മൃഗങ്ങളുടെ തൊലി ഉണക്കിയെടുത്ത്, മൃഗങ്ങളുടെ തോലും തൊലിയും അവരുടെ രോമവും ഒക്കെ എടുത്തിട്ടായിരുന്നു പഴയ വസ്ത്രങ്ങൾ ആളുകൾ ധരിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 18,000-ഓളം വർഷങ്ങൾക്ക് മുൻപ് വരെ സൂചി ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ചരിത്രം പുറകോട്ട് മറിച്ച് വായിച്ച് നോക്കിയാൽ മതി. സൂചി അവർ പണ്ട് ഉണ്ടാക്കിയിരുന്നത് എല്ലുകളിൽ നിന്നും, മൃഗങ്ങളുടെ എല്ലുകളിൽ നിന്നും കൊമ്പുകളിൽ നിന്നും ഒക്കെ ചെറിയ ചെറിയ നീണ്ട പീസുകളിൽ നിന്ന് ഒരു ദ്വാരം അടിയിൽ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ് സൂചി ഉണ്ടാക്കിയിരുന്നത്. ആ സൂചിയുടെ ഉദ്ദേശം തന്നെ ഇതുപോലെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു, തയ്ച്ചു കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂചിയുടെ ഒരു ശേഖരം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ പുസ്തകങ്ങളിലും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഈജിപ്ഷ്യൻ, സുമേറിയൻ, മെസപ്പൊട്ടേമിയൻ എന്ന് പറയുന്ന ഈ സിവിലൈസേഷൻസ് ഉണ്ടല്ലോ, സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തുണി ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പരുത്തിയിൽ നിന്നും തുണി ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യ
അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മുടെ തന്നെ പുരാണ പുസ്തകങ്ങളിലെ ഇതിഹാസ പുസ്തകങ്ങളൊക്കെ ഏകദേശം 1,00,000 വർഷങ്ങൾക്കൊക്കെ മുന്നോട്ടുള്ള കഥകളാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. ആണോ അല്ലയോ എന്നറിയില്ല. പക്ഷെ എന്നാലും അതിനകത്തും വസ്ത്രങ്ങളെ പറ്റിയിട്ടും കൊടി തോരണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതായത് പലരും അന്ന് വസ്ത്രം ധരിച്ചിരുന്നു. അപ്പോൾ ഒരു കാലത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ധരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വലിയ പ്രഭുക്കന്മാർക്ക് രാജാക്കന്മാർക്ക് ഒക്കെ വസ്ത്രം എന്ന് പറയുന്നത് ധരിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അതുപോലെ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെല്ലാം വസ്ത്രം ധരിക്കുന്നതും അവിടെ അലക്കക്കാരുള്ളതും വസ്ത്രം പണിയുന്ന ആൾക്കാരുള്ളതും ഒക്കെ കാണിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. കഴുതയുടെ മുകളിൽ തുണികൾ വെച്ച് കെട്ടിക്കൊണ്ടുപോയി അത് അലക്കി തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെയൊക്കെ വിവരണമൊക്കെ ഉള്ളത് കൊണ്ടാണ് അറിയാവുന്നത് ആ സമയത്തെ തുണി ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് പുറകോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. വലിയ ചരിത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും തുന്നൽ എന്ന് പറയുന്ന കാര്യം വളരെ താമസിച്ചാണ് കേരളത്തിൽ വന്നത്. അതിനു മുമ്പ് തുന്നിയ വസ്ത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വെറും നീണ്ട പരുത്തി തുണികൾ മാത്രമാണ്, അതും വെള്ള കളറിൽ പരുത്തിയിൽ നിന്ന് ഉണ്ടാക്കി മെനഞ്ഞെടുത്ത് അത് ബ്ലീച്ചിൽ മുക്കി വെളുപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയില്ല, അത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ കൈത്തറികളിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരുന്നു. അപ്പം അതിൽ ഉണ്ടാക്കിയെടുത്ത നീണ്ട നീണ്ട തുണികളാണ് വസ്ത്രമായിട്ട് ധരിച്ചിരുന്നത്. കൗബീനമായിട്ടും മുണ്ട് മാത്രമായിട്ടും സ്ത്രീകളും ഉണ്ടായിരുന്നല്ലോ ഉടുത്തിരുന്നത്, പുരുഷന്മാരും ഉണ്ടായിരുന്നു. മേൽവസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു തുണി തന്നെ മറച്ചിടുകയായിരുന്നു, മുകളിലോട്ട് ഇടുകയായിരുന്നു ചെയ്തു. ഒരു വശത്തോട്ട് കെട്ടുകയോ അല്ലെങ്കിൽ രണ്ട് വശവുമായിട്ട് കെട്ടിവെക്കുകയോ ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. നമ്മുടെ സ്ത്രീകളുടെ പഴയ കാല ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുലക്കച്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് മുകളിലോട്ടൊന്നും ഇല്ലെങ്കിലും ഇവിടെ വെച്ചിട്ട് മുണ്ട് കെട്ടുന്ന ഒരു വേറൊരു മുകളിൽ താഴെ ഒരു മുണ്ട് മുകളിൽ വേറൊരു മുണ്ട് കെട്ടിയാണ് പഴയകാല സ്ത്രീകളുടെയൊക്കെ. ഇപ്പം നമ്മൾ പഴയ സിനിമകളൊക്കെ കണ്ട തച്ചോളി ചേകവരുടെയൊക്കെ കഥയൊക്കെ ആ സിനിമയൊക്കെ കാണുമ്പോൾ കാണുന്ന ഒരു പഴശ്ശിരാജയുടെ സിനിമയ്ക്കകത്ത് പോലും സ്ത്രീകൾ ഇതുപോലെ ബ്ലൗസ് ധരിച്ചതായിട്ട് കാണുന്നില്ല. ഇവരെല്ലാവരും മേൽമുണ്ട് അല്ലെങ്കിൽ ആ മുലക്കച്ച എന്ന് പറയുന്ന ഒരു സാധനം കെട്ടിയിട്ടാണ് നടന്നിരുന്നത്. അപ്പം അത് കച്ച എന്ന് പറയുന്നത് പോലും ഇങ്ങനെ കെട്ടി അവിടെ ഇവിടെയൊക്കെ കെട്ടൊക്കെ ഇട്ടുണ്ടാക്കിയെടുക്കുന്ന വേഷങ്ങളായിരുന്നു, അല്ലാതെ തുന്നിയെടുക്കുന്നതായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. പിന്നീട് ഒരുപാട് നാൾക്ക് ശേഷമാണ് 1760-ലാണല്ലോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്ന 1760 തൊട്ട് 1850 വരെ നീണ്ടു നിന്നു. അപ്പോൾ ആ സമയത്താണ് ഈ എല്ലാ മെഷീനുകൾ വന്നു തുടങ്ങിയത്. എന്ത് സാധനത്തിൽ നമ്മൾ കൈകൊണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും മെഷീനിലേക്ക് മാറ്റം വന്നത് ആ സമയത്താണ്. അപ്പോഴാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പോലും രൂപാന്തരപ്പെട്ട് വന്നത്. പിന്നീട് പലതരത്തിലുള്ള മെഷീനുകൾ വന്നപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് ഒരിപ്പോൾ വലിയൊരു കാര്യമായിട്ട് മാറി. ഇപ്പോൾ ഫാഷൻ ഒരു ലോകം തന്നെയാണ്. ഫാഷൻ ടെക്നോളജി പഠിക്കുന്ന ഒരു കോഴ്സാണ്. ഫാഷൻ വെച്ച് ജീവിക്കുന്ന ആൾക്കാരുകളുണ്ട്, ഫാഷൻ ഷോ നടത്തുന്നുണ്ട്. വേഷം എന്ന് പറയുന്നതും വേഷവിധാനം എന്ന് പറയുന്നതും വേഷം ധരിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഇക്കാലത്തേക്ക് മാറി. അതിപ്പോൾ മാറാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 100 വർഷം 150 വർഷത്തിൻ്റെ ഇടയ്ക്കേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു നമ്മുടെ ഭാരതത്തിൽ. അതിനു മുമ്പ് എല്ലായിടത്തും നമ്മൾ വിവേകാനന്ദനെ പോലും നോക്കിയാൽ, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസ, നമ്മുടെ തന്നെ ശങ്കരാചാര്യർ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ, ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ്, പഴയ സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന അവരുടെ പടങ്ങളിലുള്ള വസ്ത്രങ്ങൾ എന്താണ്, റോയൽ ഫാമിലിയിലുള്ള സ്ത്രീകൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്, രവിവർമ്മ ചിത്രത്തിലുള്ള സ്ത്രീകളുടെ അതൊക്കെ വളരെ റീസെൻ്റ് ആണല്ലോ, വളരെ വളരെ റീസെൻ്റ് ആണ്. അപ്പോൾ അതിനകത്തും തയ്ച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ പോലും കൂടുതൽ കാണിച്ചിരിക്കുന്നത് തയ്യലില്ലാത്ത കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വസ്ത്രങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ തയ്യൽ എന്ന് പറയുന്ന കാര്യം വന്നിട്ട് തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ പണ്ടൊക്കെ ജമ്പർ എന്നാണ് പറഞ്ഞിരുന്നത്. ചോളി എന്നുള്ള ഹിന്ദി വാക്കിന് മലയാളത്തിൽ പറഞ്ഞിരുന്നത് സാരി ജമ്പർ എന്നൊക്കെയാണ്. ബ്ലൗസ് എന്നൊന്നും ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ കാലഘട്ടത്തിൽ പോലും ജമ്പർ ഇടും. റൗക്ക എന്നുള്ള വേറൊരു പേരുണ്ടായിരുന്നു, റൗക്ക. അത് എവിടുന്ന് വന്നതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് അറബിക് ഡിസെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണെന്ന് തോന്നുന്നു റൗക്ക എന്നുള്ളത്. എന്തായാലും ജമ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾ ജമ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതാണ് സ്ത്രീകളുടെ ബ്ലൗസിന് പറഞ്ഞിരുന്നത്. പിന്നീട് അത് ചോളി എന്ന് പറയുന്ന ഹിന്ദി വാക്കായി, പിന്നെ ബ്ലൗസായി. അപ്പം അതിന് തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ സ്ത്രീകൾ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മ ഒരിക്കലും ബ്ലൗസ് ഇടുമായിരുന്നില്ല. അമ്മൂമ്മയെ ഞാൻ എപ്പോഴും കണ്ടിരുന്നത് ഒന്നെങ്കിലും മേൽമുണ്ടൊന്നും ഇല്ലാതെ വളരെ നഗ്നമായിട്ടുള്ള മേൽഭാഗവും താഴെ ഒരു മുണ്ടും മാത്രം ഉടുത്ത് നടക്കുന്നതായിട്ടാണ്. പക്ഷെ ഒരു വൃത്തികേടും എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയിരുന്നില്ല. അമ്മൂമ്മയ്ക്ക് അത് കുട്ടിക്കാലം മുതൽ
ശീലമായിരുന്നു. അപ്പം എനിക്ക് കാണുന്ന ഓർമ്മ തൊട്ട് തന്നെ ആ അമ്മൂമ്മയ്ക്ക് കുറേ പ്രായമായിട്ടുണ്ടായിരുന്നു. അപ്പം ശകലം കൂനൊക്കെ ആയിട്ട് കുനിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഓമനത്വമേ തോന്നുകയുള്ളൂ. അല്ലാതെ ഒരു വൃത്തികേടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ അമ്മൂമ്മയുടെ ഏറ്റവും മൂത്ത മോള് അമ്മാവി ബ്ലൗസ് ഇടുമായിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബ്ലൗസ് ഇടാതെ മുണ്ടും ഉടുത്ത് മോളിൽ ഇങ്ങനെ ഒരു തോർത്ത് മാത്രം ചുറ്റിയിട്ടിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ സമയത്തൊക്കെ തന്നെയുള്ള അയിത്തം അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അന്ന് മേൽജാതിക്കാരെ കാണുമ്പോൾ കീഴ്ജാതിക്കാര് മേൽമുണ്ട് എന്ന് പറയുന്നത് താഴെ എടുത്ത് അരയിൽ കെട്ടി വണങ്ങി നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പം അത് പുരുഷന്മാർ ചെയ്യുമായിരുന്നു. അതായത് ജന്മികളെയും പ്രഭുക്കളെയും ഒക്കെ കാണുമ്പോൾ മുകളിലിട്ടിരുന്ന മുണ്ട് മാറ്റിയെടുത്ത് നേരിയതോ എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിയെടുത്ത് അരയിൽ കെട്ടിയിട്ട് ഇങ്ങനെ തൊഴുത് നിൽക്കും. മേൽ ഭാഗം തുറന്ന് കാണിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അതുപോലെ സ്ത്രീകളും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം സ്ത്രീകളും അങ്ങനെയുള്ള ഒരു ആചാരം പുരുഷന്മാരെ പോലെ തന്നെ ചെയ്തിരുന്നു. അന്ന് എത്ര വലിയ ലിംഗവിവേചനം ഉണ്ടായിരുന്നോ എന്നും എനിക്ക് സംശയമുണ്ട്. പക്ഷെ ചില ചൊല്ലുകൾ കേൾക്കുമ്പോൾ ആൺ പെൺ വ്യത്യാസം എന്ന് പറഞ്ഞിരുന്നത് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ആണുങ്ങളെ തല എന്നും പെണ്ണുങ്ങളെ മുല എന്നും പറയാറുണ്ട്. അത് ഇപ്പോൾ മോശവാക്കായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് മുലക്കരം അല്ലെങ്കിൽ തലക്കരം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ കൊടുക്കുന്ന കരങ്ങളെ മുലക്കരം എന്നും ആണുങ്ങൾ കൊടുക്കുന്ന കരത്തിനെ തലക്കരം എന്നും പറയുമായിരുന്നു. പക്ഷേ പിന്നീട് അത് വ്യാഖ്യാനം മാറി അത് മുലക്കരം വേറെ എന്തോ ഒരു കഥയാണ് എന്ന് പറഞ്ഞൊക്കെ മാറ്റി വേറെ കഥകളൊക്കെ വന്നിട്ടുണ്ട്. ആ കഥകളിൽ വലിയ വിശ്വാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പുറകോട്ടുള്ള രേഖകളൊക്കെ സൂചിപ്പിക്കുന്നത് പെണ്ണുങ്ങളെ ജനറലായിട്ട് വിശേഷിപ്പിച്ചിരുന്ന ഒരു പദമായിട്ടാണ് കാണിക്കുന്നത്. മുല എന്നുള്ളൊരു പദം എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടൊന്നും അന്ന് കരുതിയിരുന്നില്ല. ഇപ്പം പക്ഷേ അതൊരു വൃത്തികെട്ട വാക്ക്. എങ്ങനെയാണ് വൃത്തികെട്ട വാക്കാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കാലം മുതൽ കുട്ടികളെ ശീലിപ്പിക്കുന്നുണ്ട്. ഈ അത് ചീത്ത വാക്കാണ്, പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയുള്ള ശീലനം, അത് പരിശീലനം മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് നമ്മുടെ മനസ്സിലും ഓരോരോ ചിന്തകൾ വരുന്നത്. എൻ്റെ വീഡിയോയ്ക്കകത്ത് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമാണ്. നിയമപരമായിട്ട് നമുക്ക് എന്ത് വസ്ത്രവും ധരിക്കാം. വസ്ത്രം ധരിക്കാതെ നടന്നാലും കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് അത് കാരണം ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ, അതായത് ന്യൂയിസൻസ്, മറ്റുള്ള ആളുകൾക്ക് ജനങ്ങൾക്ക് അതൊരു ന്യൂയിസൻസ് വാല്യൂ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ജനങ്ങൾ മൊത്തം അതിന് ഒരു പ്രതികരണം നടത്തി ഒരു ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസിന് ഇടപെട്ട് അത് തടയാമെന്നല്ലാതെ അതിനെതിരെ കേസെടുക്കാനോ ശിക്ഷിക്കാനോ യാതൊരു വകുപ്പും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് കുറേ നാളുകൾക്ക് മുമ്പ് സ്ട്രീക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. വളരെ വ്യാപകമായിട്ട് ഇപ്പം എനിക്കൊന്ന് കബീർ ബേദിയുടെ മോള് പ്രോതിമ ബേദി പോലും ഒരു തുള്ളി വസ്ത്രം പോലും ഇടാതെ ഇങ്ങനെ ഓടിയ ഒരു സാഹചര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത്. അങ്ങനെ ഇതുപോലെ സ്ട്രീക്കിംഗ് വളരെ ഫാഷനബിൾ ആയിരുന്നു. ഫാഷൻ തന്നെ മാറി മറിഞ്ഞും വരും. 1980 ഒരു സിനിമ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വസ്ത്രാധാരണം മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? സ്ക്രീനിൽ ബെൽ ബോട്ടം പാൻറ്റുകളും വലിയ പട്ടിക്കോളറുള്ള ഷർട്ടും മുടിയൊക്കെ ഇങ്ങനെ ഒരു വശത്തോട്ട് ചുരുട്ടിയിടുന്നതും. പിന്നെ അതുപോലെ മുടി, പുരുഷന്മാരുടെ മുടി തന്നെ എനിക്ക് തോന്നി കിളിക്കൂട് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റൈലുണ്ടായിരുന്നു. മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സ്റ്റൈല് 1970-കളിലെ സ്റ്റൈലായിരുന്നു. പിന്നീട് ഒരു വളരെ ഇടുക്കി പിടിച്ച ഒരു ഹിപ്പി സ്റ്റൈൽ എന്ന് പറയുന്ന നീണ്ട ജുബ്ബയും വളരെ ഇറുകിയ പാൻറ്റും ധരിച്ച് പൊക്കണ സഞ്ചിയും തൂക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ബുദ്ധിജീവികളുടെ സ്റ്റൈല്, ഹിപ്പി സ്റ്റൈൽ എന്ന് പറയുന്നത് 1960-കളിലൊക്കെ അത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സിനിമകൾ കാണുമ്പോഴും നമ്മൾ ചരിത്രം വായിക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ മാറി മറിഞ്ഞ് ഫാഷൻ എന്ന് പറയുന്നത് വരും. പക്ഷേ ബേസിക്കലി നമ്മൾ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വസ്ത്രധാരണവും ഫാഷനും എല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടായിരിക്കും. കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ, വളരെ തണുപ്പ് കൂടുതലുള്ളിടത്ത് വളരെ നീളം കൈയുള്ള കുപ്പായങ്ങളും ഗ്ലൗസും തൊപ്പിയും വെച്ച് മുഴുവൻ ശരീരം മറച്ചുകൊണ്ടേ നടക്കാൻ പറ്റുള്ളൂ. വളരെ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ, വളരെ ഒരുപാട് ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നിടത്ത് നമ്മൾ ശരീരം കൂടുതലും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ കവർ ചെയ്യുമ്പോൾ നമ്മളത് പൊള്ളലേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിന് വളരെ നേർത്ത തുണി കൊണ്ട് മുഴുവനും കവർ ചെയ്യും. അതേസമയത്ത് വളരെ ടെമ്പറേറ്റ് ആയിട്ട് കേരളം പോലെയുള്ളൊരു ബീച്ച് സൈഡ് വളരെ ടെമ്പറേറ്റ് ആണ്. 30 ഡിഗ്രി, 28 ഡിഗ്രി, 29 ഡിഗ്രി, 31, 32 ഡിഗ്രി വരെ സെൽഷ്യസിൽ കാലാവസ്ഥ നിലനിൽക്കുന്നിടത്ത് നമുക്ക് കുറച്ചും കൂടെ അയഞ്ഞ സ്ലീവ്ലെസ് ഷർട്ടും ബ്ലൗസും ഒക്കെ ആയിട്ട് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം അത് വളരെ ഒരു ശരീരത്തിന് ഒരുപാട് കാറ്റകത്തേക്ക് കയറുകയും ഇപ്പോൾ ആണുങ്ങളുടെ മുണ്ടെന്ന് പറയുന്നത് തന്നെ വളരെ നല്ല ഒരു വേഷമായിട്ട് നമ്മുടെ കേരളത്തിൽ തോന്നും. കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെയുള്ള ഇക്വേറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മുണ്ട് ഉടുക്കുന്നതും അതുപോലെ ചെറിയ കോട്ടൺ ബനിയനുകൾ ഇടുന്നതും കൈയില്ലാത്ത ബനിയൻ ഇടുന്നതും ഒക്കെ വളരെ അനായാസമായിട്ട് ആളുകൾക്ക് നടക്കാനുള്ളതാണ്. അതുപോലെ നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അവരവരുടെ
പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ പോലും കംഫർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു സുഖം, അല്ലെങ്കിൽ നമുക്ക് ഇടുമ്പോൾ തോന്നുന്ന ഒരു നമ്മുടെ തന്നെ വ്യക്തിത്വം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നുന്നു. അതനുസരിച്ചുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ അത് വിമർശിക്കാനുള്ള അവകാശം അത് ആളുകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. ആരും പറയുന്നില്ല അത് തടയാമെന്ന്, നിങ്ങൾക്ക് വിമർശിച്ചുകൂടാ എന്ന് പറയുന്നില്ല ആരും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിമർശിക്കാം. എൻ്റെ ചാനലിനകത്ത് ഞാൻ ഹണി റോസിനെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ മാത്രമല്ല ഇത്രയും നെഗറ്റീവ് കമൻറ്റ് വന്നത്. പല ജീവിത അനുഭവങ്ങൾ ഞാൻ വിവരിച്ചപ്പോഴും, തൃക്കുന്നത്ത് സെമിനാരിയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെയധികം നെഗറ്റീവ് കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ ഈ കമൻറ്റ് ബോക്സ് തന്നെ ഇനാക്ടിവേറ്റ് ചെയ്തിടേണ്ടി വന്നു. കമൻസ് ഇനാക്ടിവേറ്റ് ചെയ്തിടുമ്പോൾ മറ്റേ ഒരുപാട് തെറിവിളികൾ ഇങ്ങനെ വരുന്നത് നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അത് കാണുന്നത് എന്ന് വിചാരിച്ച് അത് ഞാൻ ചെയ്തു. പിന്നെ അതുപോലെ ദിലീപിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ വളരെയധികം മോശം കമൻറ്റുകൾ ഒരുപാട് വന്നു. അതിപ്പോഴും വരുന്നുണ്ട്. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഭാവന എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ചോദിച്ചു. ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടേ ഇല്ല. എൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഭാവനയോട് ഞാൻ ടോട്ടലായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന്. ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കണം, നീതി കിട്ടണം. അതിനെ ഉപദ്രവിച്ചവർക്കെതിരെ നടപടി പെട്ടെന്നുണ്ടാവണം, ഇത്രയും വൈകാൻ പാടില്ല. അതിനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കേസ് എത്രയും പെട്ടെന്ന് തീരണം, അതിന് ജസ്റ്റിസ് കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആസ് എ പോലീസ് ഓഫീസർ എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ആളുകളുടെ ഒരു വികല സ്വഭാവമായിട്ടാണ് നമ്മുടെ സ്വന്തം പ്രതിച്ഛായ കണ്ണാടിയിൽ കാണുമ്പോൾ അതെങ്ങനെയാണോ തോന്നുന്നത് എന്നനുസരിച്ചുള്ള ഒരു പ്രതികരണമില്ലേ. ഇപ്പം ചിലർക്ക് തോന്നും ആ കുഴപ്പമില്ല, ചിലർക്ക് തോന്നും നല്ലതാണ്, ചിലർക്ക് തോന്നും അയ്യേ ചത്താൽ മതി, എന്തെന്താ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നും. അതുപോലുള്ളൊരു പ്രതികരണമാണ് കമൻറ്റിലൂടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾ ഒരു കമൻ്റ് ഇടുമ്പോൾ അയാൾ പേര് മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പേര് പറയാൻ വിസമ്മതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളപ്പേരിൽ ഒരു കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു പെട്ടെന്ന് ടെക്കെന്ന് മനസ്സിലാവും എന്താണ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം എന്ന്. കാരണം അയാളുടെ മനസ്സിൽ കൂടെ, അല്ല ആ സ്ത്രീയുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ എല്ലാം ഇതുപോലെ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്, വളരെ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ ലോകത്തെക്കുറിച്ചും സ്വയം തന്നെക്കുറിച്ചും ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. എന്തോ അപകർഷതാബോധങ്ങളോ എന്തൊക്കെയോ കുറ്റബോധങ്ങളോ എന്തൊക്കെയോ അലട്ടുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരോടും ഇങ്ങനെ ഒരു ദേഷ്യം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ ചാനലിൽ വന്നിരുന്ന്, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എന്നെ തെറി വിളിക്കുന്ന പോലെയാണ് എൻ്റെ ചാനലിൽ കൂടെ എനിക്കെതിരെ ഓരോ അപവാദം നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് സഹതാപമല്ലാതെ മറ്റൊന്നും തോന്നാറുമില്ല. ദിലീപിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയിൽ വന്ന കമൻറ്റുകൾ ഞാൻ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റാത്തത്. പക്ഷെ പിന്നീട് ഞാൻ എന്തുകൊണ്ട് BJPയിൽ അംഗത്വം എടുത്തു എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലും ഇതുപോലെ കമൻറ്റുകൾ മോശമായി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. ഈ എപ്പിസോഡിനകത്ത്, അതായത് ഹണി റോസിനെ കുറിച്ച് ചെയ്ത എപ്പിസോഡിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നതിൽ പലരും എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചും അല്ലാതെയും ഒക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. മാഡം വിഷമിക്കണ്ട, ആളുകൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു വിഷമവും ഇല്ല. ദേവി എനിക്ക് യാതൊരു വിഷമവും ഇല്ല. നിങ്ങളെപ്പറ്റി നിങ്ങളൊരു കമൻറ്റ് പറയുന്നു, അത് എനിക്കെതിരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിലും അത് എന്നിൽ ഏൽക്കുന്നില്ല, എന്നെ കൊള്ളുന്നില്ല, അതെനിക്കത് എന്നെ ബാധിക്കുന്നേ ഇല്ല ഒരു തരത്തിലും. കാരണം ഞാൻ ചെയ്തത് 100% എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതെന്നെ ഏശുകയില്ല. അത് നിങ്ങളെ തന്നെയാണ് തിരിച്ചടിക്കുക. നിങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യമാണ്. നിങ്ങൾ അതിനകത്ത് കൂടെ പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ നീരസം, ദേഷ്യം, വിദ്വേഷം, എന്നെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളെ പറ്റി പറയുന്നതും, പിന്നെ എന്തൊക്കെയോ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കേൾക്കുന്ന കഥകൾ വീണ്ടും എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ദിലീപിന് കമ്പനി കൊടുത്തില്ലേ, ബോച്ചയ്ക്ക് എന്താ കമ്പനി കൊടുക്കാത്തത് എന്നൊക്കെയുള്ള മട്ടിൽ പറയുമ്പോൾ അത് അയാൾ എൻ്റെ കീഴിൽ കിടക്കുകയായിരുന്നെങ്കിൽ, ഞാൻ ജയിൽ DGP ആയിരുന്നെങ്കിൽ, ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്ത് എൻ്റെ കീഴിൽ കിടക്കുകയായിരുന്നെങ്കിൽ, അപ്പോഴയാൾക്കൊരു വളരെ കഠിനമായിട്ടുള്ള രോഗം അലട്ടി അയാൾ കിടന്ന് വിറയ്ക്കുന്ന അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയാൾക്ക് കൊടുത്തേനെ, ചികിത്സയും കമ്പിളിയും ഒക്കെ കൊടുത്തേനെ. അതെൻ്റെ ഒരു ദൗത്യമാണ്, എൻ്റെ ഡ്യൂട്ടിയാണത്. എൻ്റെ കീഴിൽ എൻ്റെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് അവരുടെ സുഖവും സൗഖ്യവും, അവർ പ്രതികളാണെങ്കിലും കുറ്റം ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും അവരുടെ സുഖവും സൗഖ്യവും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ജയിൽ ഉദ്യോഗസ്ഥരുടേതാണ്. അല്ലാതെ അവരെ എപ്പോൾ നോക്കിയാലും പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും ചവിട്ടിക്കൊണ്ടിരിക്കുക, അടിക്കുകയും 2 തല്ല് വെച്ച് കൊടുക്കുക, എന്നാലും നീ ചെയ്തില്ലേടാന്ന് പറഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത്. അത് കോടതി ചെയ്തോളും. നമ്മൾ കോടതിയിലുള്ള വിശ്വാസമാണല്ലോ കാണിക്കേണ്ടത്. വേഷത്തെക്കുറിച്ച് ഇത്രയധികം ആളുകൾ പറഞ്ഞപ്പോൾ, വേഷം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ട് സാരി ഉടുത്തു വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഇഷ്ടം. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതുപോലെ വേറൊരു കുട്ടി, എൻ്റെ പുത്രിയാണെങ്കിലും എൻ്റെ പുത്രനാണെങ്കിലും എൻ്റെ കുഞ്ഞുമോളാണെങ്കിലും ഒക്കെ അതിനിഷ്ടമുള്ള വേഷം ധരിച്ച് പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കും, സപ്പോർട്ട് ചെയ്യും. അത് പൊതുവേദി,
എന്ന് പറയാനായിട്ട് നിങ്ങൾ എന്തൊരു ആൾക്കാരാണ്. അതായത് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പഴയകാല നടിമാരുടെ, പഴയകാല നടന്മാരുടെ, ഇപ്പം നമ്മൾ വെറുതെ ടി വി വെച്ചിട്ട് ബോഡി ബിൽഡിങ്, പുരുഷന്മാരുടെ ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞൊരു മത്സരമില്ലേ, അത് കണ്ടാലോ, അല്ലെങ്കിൽ WWF എന്ന് പറയുന്ന ആ ഗുസ്തി മത്സരങ്ങൾ കണ്ടാലോ, അതിനകത്ത് പുരുഷന്മാർ ധരിക്കുന്ന വേഷം എന്താണ്, സ്ത്രീകൾ ധരിക്കുന്ന വേഷം എന്താണ്, ചില സിനിമകൾ കണ്ടാൽ അതിനകത്ത് സ്ത്രീകളുടെ വേഷവിധാനം എങ്ങനെയാണ്, ചിലർ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയാണ്, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാർ ഏതോ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ആരോ ഒരാൾ ഒരു വേഷം ധരിച്ച് വന്നതിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇപ്പം പറയും അത് പൊതുവേദിയാണ്, ആളുകൾ കൂടുന്ന സ്ഥലമാണെന്ന്. സിനിമ അതാണല്ലോ. ടി വി ചാനലുകളിലും നിങ്ങൾ സ്വകാര്യമായിട്ട് ഒളിച്ചിരുന്ന് ബെഡ്റൂമിൽ മാത്രം ഇരുന്ന് കാണുന്നതല്ലല്ലോ, ഒരുപാട് ആളുകൾ ഇരുന്ന് കാണുന്നതല്ലേ. അപ്പോൾ അതും പൊതുവേദികൾ തന്നെയാണ്. സിനിമ ഷൂട്ടിങ്ങിന് ഡ്രസ്സ് ചെയ്ത് വരുന്നതും അതുപോലെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ മോഡലുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന്? ഒരു പരിപാടിക്ക് ദീപിക പദുക്കോൺ ഇന്ത്യയിലല്ല പുറത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ പകുതി മാറ് തുറന്നിട്ടിട്ടാണ് പോയത്. ആ വേഷവിധാനം അങ്ങനെ ആയിരുന്നു. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ, അത് കണ്ട് രസിച്ചവരല്ലേ. അപ്പം അതുപോലെ എല്ലാത്തിനും ഒരു ഇരട്ട താപ്പെന്ന് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അവരിതുപോലെ എന്തെങ്കിലും കണ്ടാൽ, ഇപ്പോൾ ടി വി കൂടെ എന്തെങ്കിലും ഒരു ചർച്ച കേട്ട് ഞാൻ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരാൾ ടി വിയിലിരുന്ന് അയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാൽ ഞാൻ ഇതിങ്ങനെയല്ലേ, വേഷം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, അങ്ങനെ ചെയ്യാമോ, മാന്യതയില്ലേ, അതിർവരമ്പ് കടക്കാമോ, എന്തോന്ന് മാന്യത, എന്തോ അതിർവരമ്പ്. കല്ലെറിയുന്നവരെന്ന് പറയുന്നത് കുറ്റം ചെയ്യാത്തവർ കല്ലെറിഞ്ഞാൽ മതി എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ? കുറ്റം ചെയ്യാത്തവരെന്ന് പറയുന്നത് വളരെ അപൂർവമാണ് നമ്മുടെ സമൂഹത്തിൽ. ഈ കല്ലെറിയുന്നവർ മുഴുവനും സ്വയം കല്ലേറ് അർഹിക്കുന്നവരാണ്. ആ ഒരു കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടും വസ്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തുമാത്രം വിഡ്ഢിത്തമാണ് നമ്മൾ ഈ വസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാകും. കാരണം വസ്ത്രം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ കാലാവസ്ഥ മൊത്തം മാറി നല്ല ചൂട് വരുന്ന ഒരവസരത്തിൽ ചിലപ്പോൾ വസ്ത്രമില്ലാതെ നടക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതാവും അംഗീകരിക്കപ്പെടുക എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾ പറയുമോ, ഇങ്ങനെ ഒരു വസ്ത്രമില്ലാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ശരീരഭാഗം കാണിച്ച സ്ത്രീയെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും കൂടെ, ആണുങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇളകി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഞരമ്പ് രോഗികളുടെ ഒരു സമ്മേളനം തന്നെ ഇവിടെ നടക്കും, അവരുടെ ഒരു സംഘടനം ഉണ്ടാകും എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതുപോലെ മാറിയും മറിഞ്ഞും എല്ലാം കിടക്കുകയാണ്. അതായത് കാലക്രമേണ പല കാര്യങ്ങളും പലതും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭൂമി എത്ര നാൾ നിലനിൽക്കുമെന്നോ, സൂര്യൻ എത്ര നാൾ ഇതുപോലെ ഷൈൻ ചെയ്ത് നിൽക്കുമെന്നോ, നമ്മുടെ മനുഷ്യ കുലം എത്ര നാൾ ഇതുപോലെ ജീവിക്കുമെന്നോ ഒന്നും തന്നെ തീർച്ചയില്ലാത്ത ഈ ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ കാര്യത്തിൻ്റെ പുറത്ത് ഒരാളൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചതിൻ്റെ പുറത്ത് ഇത്ര അധികം ഒരു വികാര വിക്ഷോഭം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യം കൂടെ ഉന്നയിച്ചുകൊണ്ട് എനിക്കെന്തായാലും ഗുണം ചെയ്തു. കാരണം എൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, കുറേ കൂടുതൽ വ്യൂസ് കിട്ടി, നല്ല പബ്ലിസിറ്റി കിട്ടി, ഒരുപാട് സബ്സ്ക്രിപ്ഷൻ കൂടി. അപ്പോൾ അതുകൊണ്ട് കല്ലെറിഞ്ഞവർക്കും തെറി വിളിച്ചവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് സസ്നേഹം, ശ്രീലേഖ.